ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മമ്മൂട്ടി മോഹൻലാൽ രണ്ട് മഹാനടന്മാരുടെ അഭിനയ പ്രാധാന്യമുള്ളൊരു സിനിമ വന്നിട്ട് ഇത്രയും കാലമായി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മമ്മൂട്ടിക്ക് അങ്ങനെയല്ല. മമ്മൂട്ടിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല അഭിനയ പ്രാധാന്യമുള്ള റോളുകൾ കിട്ടാറുണ്ട്. ആ സിനിമകളൊക്കെ ഒരുവിധം സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ പോകാറുണ്ട്. നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിജയമൊന്നുമല്ല, പക്ഷേ ഒരു സാധാരണ പ്രേക്ഷകരിൽ നിന്ന് നല്ല ഒരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ നല്ല സിനിമകൾക്ക്. കൂടുതൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള റോളുകൾ സെലക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ മമ്മൂട്ടി ഇപ്പം നല്ല രീതിയിൽ നായക പ്രാധാന്യമുള്ള റോളിനേക്കാളും നല്ല രീതിയിൽ അഭിനയ പ്രാധാന്യമുള്ള റോളുകൾക്കാണ് മമ്മൂട്ടി പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ കുറേ വർഷങ്ങളായി നമുക്ക് നല്ലൊരു അഭിനയ പ്രാധാന്യമുള്ള റോൾ ലഭിച്ചിട്ട്, പക്ഷേ ഇപ്പോൾ നമുക്ക് തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 25-ാം തീയതി തുടരും എന്ന് പറഞ്ഞ സിനിമ മോഹൻലാലിൻ്റെ നല്ല രീതിയിൽ അഭിനയ പ്രാധാന്യമുള്ള ഒരു റോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാൽ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാവും നമുക്കറിയാം. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ കളങ്കാവൽ, ഈ രണ്ട് സിനിമകളുമാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന സിനിമ. എന്ന് വെച്ചാൽ നമ്മുടെ താരം എന്നുള്ള നിലയിൽ നിന്ന് മമ്മൂട്ടിയും മോഹൻലാലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നടൻ എന്നുള്ള നിലയിൽ അവർക്ക് രണ്ടുപേർക്ക് ഉയർന്നു വരാൻ സാഹചര്യം ഒരുക്കുന്നൊരു രണ്ട് സിനിമകളായിരിക്കും ഈ കളങ്കാവലും തുടരുമെന്ന് പറഞ്ഞ സിനിമയും. അപ്പോൾ ഈ സിനിമകളെ നമ്മൾ കൂടുതൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. കാരണം ഈ സിനിമകൾക്ക് ഒരു വലിയൊരു കൊമേഴ്ഷ്യൽ കണ്ടൻറ്റ്, ഈ തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ളൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടെങ്കിൽ പോലും ഈ കളങ്കാവലിന് അത്ര വലിയൊരു കൊമേഴ്ഷ്യൽ കണ്ടൻറ്റായിട്ടുള്ള രീതിയിലുള്ളത് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിരിക്കാതെ തന്നെ ഈ രണ്ട് സിനിമകളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന നല്ല രണ്ട് ചിത്രങ്ങളായിരിക്കും. ഈ ചിത്രങ്ങളെ ഇപ്പോൾ നമുക്ക് മമ്മൂട്ടിയുടെ തന്നെ നൻപകൽ നേരത്ത് മയക്കം, റോഷാർക്കൊക്കെ നല്ല രീതിയിൽ റെസ്പോൺസ് ലഭിച്ച സിനിമയാണ് പ്രേക്ഷകരിൽ നിന്നും. അതെനിക്ക് തോന്നുന്ന ഒരു 30-35 കോടി രൂപയ്ക്ക് എന്തോ മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു കളക്ഷനെങ്കിലും മിനിമം ഈ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പം ആ സിനിമയ്ക്ക് ഇപ്പം പോസ്റ്റേഴ്സും കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ട്രെയിലറും ടീസറൊന്നും ഇറങ്ങിയിട്ടില്ല. എങ്കിൽ പോലും പോസ്റ്റർ വെച്ചിട്ടുള്ള ഹൈപ്പ് ആ സിനിമയ്ക്കുണ്ട്. പക്ഷേ അത് ഇറങ്ങുന്ന സമയത്തും ചിലപ്പോൾ അതൊരു കൊമേഴ്ഷ്യൽ കണ്ടൻറ് അല്ല, അല്ലെങ്കിൽ അതൊരു സാധാരണ ഒരു നോർമൽ ഓഡിയൻസിന് ചിലപ്പോൾ ദഹിക്കാത്ത കണ്ടൻറ് ആയിരിക്കും. പക്ഷേ അതൊരു മലയാള സിനിമയ്ക്ക് മികച്ച ഒരു കണ്ടൻറ് ലഭിക്കുന്ന ഒരു സിനിമയാണെങ്കിൽ അത് പോയി കാണണം. അതൊരു ഫാനിസം നിങ്ങൾ നോക്കിയിരിക്കും. ചിലപ്പോൾ ഞാനൊരു മമ്മൂട്ടി ഫാനാണ്, പക്ഷേ ഞാൻ ചില സിനിമകൾ, മമ്മൂട്ടിയുടെ സിനിമകൾ, ചിലപ്പം അവാർഡ് ടൈപ്പ് സിനിമകളൊന്നും എനിക്ക് അത്രയ്ക്ക് നേരത്തെ ഇഷ്ടമില്ലായിരുന്നു. ഞാൻ അങ്ങനെ പോയി കാണാറില്ല. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഞാൻ നല്ല സിനിമകളാണെങ്കിൽ പോയി കാണും. അതുപോലെ തന്നെ നിങ്ങളും ഒരു മമ്മൂട്ടി ഫാനാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ സിനിമ നല്ലതാണെങ്കിൽ, അല്ലെങ്കിൽ സിനിമ നല്ലതാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. മമ്മൂട്ടി ഫാൻസിനെ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. പക്ഷേ ഒരു നോർമൽ ഓഡിയൻസ്, മമ്മൂട്ടി ഇഷ്ടമുള്ള ആൾക്കാർ, ഫാൻസൊന്നും അല്ല, അത്ര അധികം കട്ട ഫാൻസ് അല്ലാത്തവർക്ക് പോലും നല്ല സിനിമയാണെങ്കിൽ പോയി കാണണം. അതുപോലെ തന്നെ തുടരുമെന്ന് പറഞ്ഞ സിനിമ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം സിനിമയ്ക്ക് കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ കണ്ടൻറ്റ് നല്ല രീതിയിലുള്ള കണ്ടൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ട് സിനിമകൾ മാത്രമല്ല, ഇനിയും ഇഷ്ടംപോലെ സിനിമകൾ മോഹൻലാലിൻ്റെ കുറച്ചൊരു സിനിമകളുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇനി വരാനുള്ളത്. അതൊക്കെ ഒരുവിധം നല്ല സിനിമകളാണ്. അതിന് പേരുകളൊന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും സിനിമകളൊക്കെ നല്ല രീതിയിൽ ഇനിയുള്ള മോഹൻലാൽ സിനിമകളിലാണ് പ്രതീക്ഷകൾ മൊത്തം. അതിൽ നമ്മുടെ ദൃശ്യം 3 ഉണ്ട്. ദൃശ്യം 3 നമുക്ക് ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സിനിമ അടിച്ച് കയറി പോകുന്ന സിനിമകളാണ്. അത് നല്ല കണ്ടൻറ്റാണ്, നല്ല കഥയാണ്, എല്ലാമാണ്. പക്ഷേ അതിനൊക്കെ സ്വാഭാവികമായിട്ട് സപ്പോർട്ട് കിട്ടുന്ന സിനിമയാണ്. പക്ഷേ തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്കും നമ്മുടെ തരുൺമൂർത്തി എന്ന സംവിധായകനും പ്രേക്ഷകരിൽ വലിയ സ്വീകാര്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രേക്ഷകരുണ്ട്. ആ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, എല്ലാവരും തരുൺമൂർത്തി എന്ന് പറഞ്ഞ സംവിധായകൻ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം അങ്ങനെ ഒരു നല്ലൊരു സംവിധായകൻ്റെ കയ്യിൽ മോഹൻലാലിനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മോഹൻലാലിനെ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ, ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് നിങ്ങൾ 25-ാം തീയതി തിയേറ്ററിൽ പോയി തന്നെ ആ സിനിമയെ അനുഭവിച്ചറിയുക. കാരണം തരുൺമൂർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്, ഞാൻ ലാലേട്ടൻ്റെ സിനിമ സംവിധാനം ചെയ്യുന്നതിനേക്കാളും ഉപരി എൻ്റെ സിനിമയിൽ ലാലേട്ടൻ അഭിനയിക്കുകയായിരുന്നു എന്ന് തരുൺമൂർത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയ്ക്ക് ലാലേട്ടനും അതിനുവേണ്ടി മാറിയിട്ടുണ്ട്. ആ സിനിമയ്ക്ക് വേണ്ടി സിനിമ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ച് ലാലേട്ടൻ കൊടുത്തിട്ടുമുണ്ട്. അപ്പം അങ്ങനെ തന്നെയാണ് തരുൺമൂർത്തിയുടെ ഇൻ്റർവ്യൂവിലും തരുൺമൂർത്തി പറയുന്നത്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള സിനിമകൾ നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യണം. എമ്പുരാൻ, ബാക്കിയുള്ള ഹൈപ്പ് സിനിമകൾ, അതിനൊക്കെ ഓൾറെഡി തനിയെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടർ വരുന്നുണ്ട്. അപ്പം അതിനോടൊപ്പമോ അതിന് മുകളിലോ നമ്മൾ ഇതുപോലുള്ള ചിത്രങ്ങൾക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നല്ല സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന മോഹൻലാൽ സിനിമ ഏതാണ്, അല്ലെങ്കിൽ മമ്മൂട്ടിയെ കാത്തിരിക്കുന്ന സിനിമ ഏതാണ്? അപ്പോൾ ഈ രണ്ട് നടന്മാരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏത് തരത്തിലുള്ള സിനിമ? എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ ലാലേട്ടനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സിനിമയെന്ന് പറയുന്നത്, സിനിമയുടെ രീതി എന്ന് പറയുന്നത് കുറച്ച് ത്രില്ലിംഗ് ആയിരിക്കണം. അതായത് നമ്മൾ ദൃശ്യം 2 അതുപോലത്തേക്ക് സിനിമ. പിന്നെ ബാക്കി അടിയും ആക്ഷനൊന്നും ആ സിനിമയ്ക്കകത്തില്ല. പക്ഷേ കഥ ആ സിനിമയെ കൊണ്ടുപോയിരിക്കുന്നത് വേറെ രീതിയിലാണ്. ഞാൻ അതുപോലുള്ള സിനിമകളാണ് ലാലേട്ടനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ മമ്മൂട്ടിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് നല്ല അഭിനയവും കുറച്ച് സ്റ്റൈലും അങ്ങനെയുള്ള രീതിയിലുള്ള സിനിമയാണ്. പക്ഷേ കണ്ടൻറ്റ് നല്ലതാണ്. ഈ ആക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ച് നിർത്തിക്കൊണ്ട് കഥ നല്ല രീതിയിൽ സെലക്ട് ചെയ്യാനുള്ള കഴിവ് മമ്മൂട്ടിക്കുണ്ട്. ഈ കാതൽ എന്ന് പറഞ്ഞ സിനിമയൊക്കെ നല്ല രീതിയിൽ എടുത്തിരിക്കുന്ന സിനിമയാണ്. പിന്നെ റോഷാർക്ക് അതുപോലുള്ള സിനിമകൾ പറഞ്ഞാൽ, നൻപകൽ നേരത്ത് മയക്കത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന സിനിമയാണ് നൻപകൽ നേരത്ത് മയക്കം. അങ്ങനെയുള്ള സിനിമകൾ കൊണ്ടുവരണം. അപ്പം
ഇപ്പോൾ ഇറങ്ങിയ ഡൊമിനിക് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സിനിമയല്ല. എന്നാൽ ബസ്സുമൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടു തീർത്ത സിനിമയാണ്. അപ്പം നല്ല നല്ല സിനിമകൾ, ആക്ഷനും ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം നോക്കി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അത് നല്ല സിനിമകൾ എപ്പോഴും കൂടെ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സിനിമയുടെ അഭിപ്രായം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു മോഹൻലാൽ ഫാനാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അഭിപ്രായം അറിഞ്ഞിട്ടായിരിക്കും ഒരു സിനിമ കാണാൻ പോകുന്നത്, ഇപ്പോൾ അല്ല നേരത്തെ. അപ്പം സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് നല്ലതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ടൊന്നും ഇല്ല, പക്ഷേ അഭിനയ പ്രാധാന്യമുണ്ട്, പക്ഷേ സിനിമ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി നമ്മൾ കാണണം. അത് നമ്മൾ മടിക്കാൻ പാടില്ല. അപ്പം എല്ലാവരും ഈ രണ്ട് നടന്മാരുടെയും ആക്ഷൻ സിനിമകളെ മാത്രം സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വലിയ സിനിമകളെ മാത്രം സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ വരുന്ന ചെറിയ സിനിമകൾ, തുടരുമെന്ന് പറഞ്ഞ സിനിമ പോലത്തെ ഒരു സിനിമയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ പിന്നെ നമ്മൾ ഏത് സിനിമയെ സപ്പോർട്ട് ചെയ്യും? അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.